Can have the best strategy in the world and still lose if your mind is in trend. ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ബെസ്റ്റ് സെറ്റപ്പ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റാത്തത് ആൻഡ് വൈ ദ മോസ്റ്റ് ട്രേഡേഴ്സ് ഫെയിൽ, ഇതിനുള്ള റീസൺസ് ആണ് നമ്മൾ തരാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇതെങ്ങനെ ഓവർകം ചെയ്യാം, അതിനുള്ള എഫക്റ്റീവ് സ്റ്റെപ്സും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് മീ ആർ വൈ ഫ്രം സോർനൈറ്റ്. വെൽക്കം ബാക്ക്. ഫസ്റ്റ് സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ 3 മേജർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതാണ് ഫോമോയുടെ ഫുൾ ഫോം. ഓക്കെ, ഫോമോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു റിയൽ എക്സാമ്പിൾ വെച്ച് നോക്കാം. നിങ്ങൾ ചാർട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ട്രേഡിംഗ് ടൈമാണ് ആൻഡ് നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് അവിടെ ഫോമായി. ഓക്കെ, നിങ്ങളുടെ കീ ലെവലിലോട്ട് വന്നു ആൻഡ് നിങ്ങൾ നിങ്ങളുടെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് കൺഫർമേഷൻ ഫോം ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കറിയാം ആ ഒരു ക്യാൻഡിൽ, ഇപ്പോൾ ഈവൻ നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങളൊരു 5 മിനിറ്റിൽ EMAയുടെ കൺഫർമേഷൻ യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. 5 മിനിറ്റ് EMA ക്ലോസിംഗ് ആണ് നിങ്ങളുടെ കൺഫർമേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ക്യാൻഡിൽ EMAനെ കംപ്ലീറ്റ്ലി ഓവർകം ചെയ്തിട്ടില്ല, അതായത് നിങ്ങൾക്ക് EMAനെ എൻഗൾഫ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങളുടെ സെറ്റപ്പ് അവിടെ ഫോം ആയിട്ടില്ല. സോറി, സെറ്റപ്പ് അല്ല, കൺഫർമേഷൻ അവിടെ ഫോം ആയിട്ടില്ല. ഈവൻ ദോ നിങ്ങളുടെ മൈൻഡിൽ ഒരു പ്രഷർ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു തോട്ട് വരും, അതായത് ഈ എൻട്രി ഞാൻ ഇപ്പോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻട്രി TP അടിക്കും ആൻഡ് എനിക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ്സ് കിട്ടില്ല. ഇതാണ് സിംപ്ലി ഫോമോ. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം അതല്ല ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, സോ ദ സെക്കൻഡ് തിങ് ഈസ് റിവെഞ്ച് ട്രേഡിങ്. റിവെഞ്ച് ട്രേഡിങ് ഒരു കാര്യം ഉറപ്പാണ്, ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും നിങ്ങൾ റിവെഞ്ച് ട്രേഡിങ് ഒരു ഫേസിൽ ചെയ്തിട്ടുണ്ടാകും. കാരണം ട്രേഡിങ്ങിലോട്ട് വരുന്ന ആരാണെങ്കിലും, ഇപ്പോൾ ഈവൻ ഈ വീഡിയോ കാണുന്ന ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ബ്രോ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ റിവെഞ്ച് ട്രേഡിങ് അത് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി അത് സംഭവിച്ചു പോകും. കാരണം ഒരു പുതിയ ഗെയിമാണ് ബ്രോ ചെയ്യുന്നത് ഇവിടെ. റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ബ്രോയുടെ കയ്യിൽ നിന്ന് 10 രൂപ പോയാൽ ബ്രോ വീണ്ടും കളിക്കും, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു റിയൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾ ഉണ്ടാകും പെർ ഡേ, ലൈക്ക് 2 ട്രേഡ് പെർ ഡേ. ഓക്കെ, അതിപ്പോൾ ഈവൻ SL ആണെങ്കിലും TP ആണെങ്കിലും 2 ട്രേഡ് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തും. സോ നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ എടുത്തു, അതൊരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു TP ഏതായിക്കോട്ടെ, നമുക്കൊരു TP വെച്ച് കൺഫേം ചെയ്യാം. ഓക്കെ, TP അടിച്ചു, ഒരു 1:2 നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ട്രേഡ് നിങ്ങൾ എടുത്തു, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലോസ് ആണ് വന്നത്. നിങ്ങൾക്ക് ആ ലോസ് വന്ന ടൈമിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഡേ കിട്ടിയതിൻ്റെ ഹാഫേ നിങ്ങളവിടെ ലൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ട്രേഡിൽ 1:2 അച്ചീവ് ചെയ്തിട്ടുണ്ടല്ലോ. ഈവൻ ദോ നിങ്ങളുടെ മൈൻഡ് പറയും നെക്സ്റ്റ് ട്രേഡ് എടുക്കാം ആൻഡ് ഇന്നത്തെ ഡേ ഒരു 1% ക്ലോസ് ചെയ്യാം. ഇതാണ് റിവെഞ്ച് ട്രേഡിങ്. സോ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതിനുള്ള ടിപ്സും ഞാൻ ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടുകളിൽ പറയുന്നുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് പ്രഷേർഡ് ട്രേഡിങ്. ഇത് നിങ്ങൾ മേ ബി അങ്ങനെ വല്ലാതെ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ ബിഗിനിങ് ഫേസിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. ഈവൻ ദോ ഞാൻ എൻ്റെ ബിഗിനിങ് ഫേസിൽ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്യാവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാം, ഒരു സെറ്റ് ഓഫ് റൂൾ ഉണ്ടാകും. അതായത് 8% എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾ. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്ര ഡ്രോ ഡൗൺ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും റൂൾ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മേ ബി ലോഡ് സൈസ് കൂട്ടും. ഈവൻ ദോ നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് റൂൾസ് അവിടെ ഉണ്ടാകും. ഓക്കെ, അതായത് ഒരു ട്രേഡിൽ ഞാൻ 1% റിസ്ക് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൽ 0.5% റിസ്ക് ചെയ്യും. ഇങ്ങനെ ഒരു നിങ്ങൾക്ക് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. ഈവൻ ദോ ഇത് പെട്ടെന്ന് പാസ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ മേ ബി ലോഡ് സൈസ് കൂട്ടിയെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഇമോഷൻസ് ട്രിഗർ ആയിട്ട് നിങ്ങളെടുത്ത ട്രേഡ് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡ് മൂവ് ചെയ്തു. നിങ്ങൾ മേ ബി എന്താകും, SL എടുത്ത് പോകും. അതായത് നിങ്ങളിപ്പോൾ ഒരു 30 പിപ്സ് സ്റ്റോപ്പ് ലോസ് വെച്ച ഗോൾഡിൽ മാർക്കറ്റ് ഡയറക്റ്റ്ലി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വരുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ചിലപ്പോൾ പറയും കുറച്ച് അടിയിലേക്ക് വെക്കാം. നിങ്ങളിപ്പോൾ 0.5 റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 60 പിപ്സ് വെക്കാം, ജസ്റ്റ് 1% അല്ലേ പോകുള്ളൂ. സംഭവം ശരിയാണ്, 1% പോകുള്ളൂ. പക്ഷേ നിങ്ങൾ അവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് നിങ്ങളത് ഫോളോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് വൺ വാസ് ഫോമോ, സെക്കൻഡ് വൺ റിവെഞ്ച് ട്രേഡിങ്
ആൻഡ് ദ തേർഡ് തിങ് വാസ് പ്രഷർഡ് ട്രേഡിംഗ്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ 3 പ്രശ്നം, ഫോമോ, റിവെഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രഷർ ട്രേഡിംഗ്, ഇത് മൂന്നും നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങളുടെ മൈൻഡിലോട്ട് ഇഞ്ചക്ട് ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. നിങ്ങളിത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലോസസ് ആർ പാർട്ട് ഓഫ് ദ ബിസിനസ്. അതായത് നിങ്ങൾ ചെയ്യുന്നത് ട്രേഡിംഗ് ആണെങ്കിലും ഈവൻ തോ നിങ്ങൾ ഇതിനൊരു ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ലോസ് വരും. വന്നാൽ മാത്രമേ ട്രേഡിങ്ങിൽ നിങ്ങൾ സക്സസ് ആവുകയുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി, ഐ ആം അഹെഡ് ഓഫ് 99 ലോസസ് ടു ബി എ സക്സസ്ഫുൾ ട്രേഡർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങൾ 99 ലോസസ് കൂടെ കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്ന സ്റ്റേജിലോട്ട് എത്തും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ മൈൻഡിലോട്ട് എടുക്കുക. അതായത് ലോസസ് വരും, ചെയ്യുന്ന ട്രേഡിംഗ് ആണ്. നിങ്ങൾ ലോസസ് വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ജേണൽ ചെയ്യുക. ജേണൽ ചെയ്യുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ജേണൽ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റിലോട്ട് പോകാം. നോ സെറ്റപ്പ്, നോ ട്രേഡ്. ഇപ്പോൾ ഞാൻ ഫോമോയുടെ കേസിൽ പറഞ്ഞു, നിങ്ങൾക്ക് കൺഫർമേഷൻ അവിടെ നിങ്ങളുടെ സെറ്റപ്പിൻ്റെ ഭാഗമാണ്. ആക്ച്വലി നിങ്ങൾക്കൊരു എൻട്രി എടുക്കണം, ആൻഡ് ആ എൻട്രി എടുക്കുന്ന ഫുൾ പ്രൊസീജിയറിനെ നിങ്ങളൊരു സെറ്റപ്പ് എന്നാണ് ഡിഫൈൻ ചെയ്തതെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ഈസ് ആൾസോ പാർട്ട് ഓഫ് സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ ട്രേഡ് എടുക്കണ്ട. ട്രേഡ് എടുത്തില്ലെങ്കിൽ എന്താ, ഒന്നും വരാൻ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന ആ ഒരു ഡോപ്പമിൻ കിക്ക്. അതായത് ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ മണി ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ റിയൽ മണി ഓൺ ദ ലൈൻ. ഓക്കെ, നിങ്ങൾ മാർക്കറ്റിൽ പൈസ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡോപ്പമിൻ കിക്ക്, ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഡോപ്പമിൻ കിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈവൻ ദോ ആ സെറ്റപ്പ് ഇല്ലെങ്കിൽ അവിടെ ട്രേഡ് എടുക്കാനുള്ള ഒരു മൈൻഡിൽ ഒരു ഇന്നർ തോട്ട് വർക്കാകുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അന്ന് സെറ്റപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, തേർഡ് പോയിന്റ് ഈസ് അബൌട്ട് ദാറ്റ് പ്രൊട്ടക്റ്റ് ക്യാപിറ്റൽ ഫസ്റ്റ്, പ്രോഫിറ്റ് സെക്കൻഡ്. നിങ്ങളിപ്പോൾ ഫോമോ അടിച്ചാൽ ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ആൻ SL. ഓക്കെ, അത് SL അടിച്ചു. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ ഉണ്ടാവുക, ട്രേഡ് എടുക്കണ്ടായിരുന്നു. കാരണം ആ ട്രേഡ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ബാലൻസ് വാസ് ദാറ്റ് എമൗണ്ട്. ഓക്കെ, നിങ്ങളുടെ ബാലൻസ് ഇപ്പോൾ ഒരു 5K ഫണ്ടിനാണെന്നുണ്ടെങ്കിൽ 5,000 ആയിരുന്നു, അതിന് ലോസ് വന്നിട്ടുണ്ടാകില്ല. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുക, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളെപ്പോഴും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രം പ്രോഫിറ്റ്സ് എടുക്കാൻ നോക്കുക. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഫോം ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബിഗിനർ ഫ്രണ്ട്സുകൾ, നിങ്ങളെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് നമ്മളെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. കാരണം നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, MSNR, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ ഗ്ലിംസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട് ഈവൻ ദോ യു ആർ എ ബിഗിനർ ഓർ എൻ ഇൻ്റർമീഡിയറ്റ് who is struggling to be profitable in this field. Okay, so until then, bye.